കൃഷ്ണന്റെ ഹൃദയം ഇന്നും പുജിക്കുന്നുണ്ട് എന്നു നിങ്ങൾക്ക് അറിയാമോ? മഹാഭാരത യുദ്ധത്തിനു ശേഷം കൗരവരുടെ അമ്മയായ ഗാന്ധാരി ദുഃഖത്താൽ തകർന്നിരുന്നു. 100 മക്കളെ നഷ്ടപ്പെട്ട ആ അമ്മ യുദ്ധം തടയാൻ കഴിവുണ്ടായിരുന്നിട്ടും കൃഷ്ണൻ അത് ചെയ്തില്ല എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തെ ശപിച്ചു. നിങ്ങളുടെ യാദവകുലം 36 വർഷത്തിനുള്ളിൽ നശിക്കും, നിങ്ങളും ഏകനായി മരിക്കും. ഗാന്ധാരിയുടെ ശാപം ഏറ്റുവാങ്ങി കൃഷ്ണൻ അത് അംഗീകരിച്ചു. കാരണം ഇത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. പ്രവചിച്ചതുപോലെ ദ്വാരകയിലെ യാദവർ പരസ്പരം നശിച്ചോടുങ്ങി. തന്റെ വംശത്തിന്റെ നാശം കണ്ട കൃഷ്ണൻ ഒരു കാട്ടിലേക്ക് ധ്യാനിക്കാനായി പോയി. അവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ ജാരൻ എന്ന വേടൻ കൃഷ്ണന്റെ പാദം ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു. ശാപം പൂർത്തിയായെന്നും തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കാനുള്ള സമയമായെന്നും മനസ്സിലാക്കിയ കൃഷ്ണൻ ജാരനെ സമാധാനിപ്പിച്ച ശേഷം വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. പിന്നീട് കൃഷ്ണന്റെ പ്രിയ സുഹൃത്ത് അർജുനൻ അവിടെയെത്തി ദുഃഖം സഹിക്കാനാവാതെ കൃഷ്ണന്റെ ശരീരം ദഹിപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണന്റെ ഹൃദയം മാത്രം കത്താൻ വിസമ്മതിച്ചു. അത് കേടുകൂടാതെ ദിവ്യമായ പ്രകാശത്തോടെ അവിടെ തന്നെ നിന്നു. ഈ നശിക്കാത്ത ഹൃദയത്തെയാണ് ബ്രഹ്മപദാർത്ഥം എന്ന് വിളിക്കുന്നത്. ഒരു അശരീരി അർജുനനോട് ആ ബ്രഹ്മപദാർത്ഥം സമുദ്രത്തിൽ ഒഴുക്കാൻ നിർദ്ദേശിച്ചു. ദിവ്യകൽപ്പന അനുസരിച്ച് അർജുനൻ ഹൃദയം ഒരു തരീക്ഷണത്തിൽ കെട്ടിക്കടലിൽ ഒഴുക്കി. വർഷങ്ങൾ കടന്നുപോയി. കൃഷ്ണന്റെ ഹൃദയം അടങ്ങിയ ആ തരീക്ഷണം കടലിലൂടെ ഒഴുകി ഒടുവിൽ ഇന്നത്തെ ഒഡീഷയിലെ പുരി തീരത്ത് എത്തിച്ചേർന്നു. അക്കാലത്ത് ആ പ്രദേശം ഭരിച്ചിരുന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് വിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് വിഷ്ണുവിനു വേണ്ടി ഒരു വലിയ ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിഷ്ണു ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ വിശുദ്ധ തരീക്ഷണം വെളിപ്പെടുത്തുകയും അതിൽ നിന്ന് വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബ്രഹ്മപദാർത്ഥം എന്നറിയപ്പെടുന്ന നശിക്കാത്ത ആ ദിവ്യ ഹൃദയം പിന്നീട് കണ്ടെത്തുകയും ഒഡീഷയിലെ പുരിയിലുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലെ ജഗന്നാഥ ഭഗവാന്റെ മരം കൊണ്ടുള്ള വിഗ്രഹത്തിൽ സ്ഥാപിക്കുകയും ചെയ്തത്. ഈ ബ്രഹ്മപദാർത്ഥം ശ്രീകൃഷ്ണന്റെ സത്തയായി കണക്കാക്കപ്പെടുന്നു. ഓരോ 12 മുതൽ 19 വർഷം കൂടുമ്പോഴും വിഗ്രഹങ്ങൾ മാറ്റുന്ന ഈ നവകലേബര എന്ന പുണ്യചടങ്ങിൽ ഈ ബ്രഹ്മപദാർത്ഥം പഴയ വിഗ്രഹത്തിൽ നിന്ന് പുതിയ വിഗ്രഹങ്ങളിലേക്ക് അതീവ രഹസ്യമായി മാറ്റുന്നു. ഈ കൈമാറ്റം നടത്തുമ്പോൾ പുരോഹിതന്മാർ കണ്ണുകെട്ടി കൈകളിൽ ഉറകളിട്ട് ദിവ്യവസ്തു നേരിട്ട് കാണുകയോ സ്പർശിക്കുകയോ ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇന്നും ശ്രീകൃഷ്ണന്റെ ദിവ്യസാന്നിധ്യം ജഗന്നാഥപുരിയിൽ ആ ബ്രഹ്മപദാർത്ഥത്തിലൂടെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം.